ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ നെടുമങ്ങാടിൻ്റെ ഓണം ഫെസ്റ്റ് 2025 ആണ്. കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും അതുപോലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഒരുക്കുന്ന ഒരു ദൃശ്യ വിരുന്നാണ് നമ്മുടെ ഓണം ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പെറ്റ് ഷോ ഉണ്ട്, അതുപോലെ ധാരാളം കടകൾ രണ്ട് സൈഡിലും, റോഡിൻ്റെ ഇരുവശത്തും കടകളുണ്ട്. അതുപോലെ തന്നെ ഈ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ധാരാളം കടകളും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റിനുള്ള കാര്യങ്ങൾ, അതായത് അഞ്ഞലൂഞ്ഞാൽ അതുപോലെയൊക്കെയുള്ള മേളയിലൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ധാരാളം ഉണ്ട്. കുട്ടികൾക്കൊക്കെ, കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ടോയ് ട്രെയിൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പെറ്റ് ഷോയിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും മക്കാവോ അതുപോലെ പലതരത്തിലുള്ള ഡോഗ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനും മോളും കൂടെയാണ് പോയത്. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നേരെ നടക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കാണ്. റോഡിൽ വാഹനങ്ങൾ അതുപോലെ നിയന്ത്രിതമായി നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച്, തിരുവനന്തപുരത്താണല്ലോ നെടുമങ്ങാടുള്ളത്, അപ്പം നെടുമങ്ങാടുകാരെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. ഓണത്തിന് നമുക്ക് നെടുമങ്ങാടിൻ്റെ റോഡുകളിൽ കൂടെ പോലും നമുക്ക് നേരെ ഒന്ന് നടന്നു പോകാൻ കഴിയാത്ത അത്രയും തിക്കും തിരക്കുമാണ്. നെടുമങ്ങാട് മാർക്കറ്റിലും അതുപോലുള്ള തിരക്കുകളാണ്. അപ്പോൾ പെറ്റ് ഷോയിൽ കാണുന്ന വിവിധ തരം കോഴികളും അതുപോലെ തന്നെ പ്രാവുകൾ, പലതരത്തിലുള്ള പ്രാവുകളും പട്ടികളും അതുപോലെ മത്സ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയെ എനിക്ക് തോന്നി കേട്ടോ. 30 രൂപ മാത്രമേ ഒരാളിന് ഫീസുള്ളൂ. അപ്പോൾ എനിക്ക് 30 രൂപയ്ക്ക് നല്ല വർത്ത് തന്നെയായിരുന്നു. അത്രയ്ക്ക് കാഴ്ചകളുണ്ടായിരുന്നു. ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, സൺ കൊണിയൂർ പോലുള്ള പക്ഷികൾ, മനോഹരമായ പക്ഷികളുണ്ടായിരുന്നു. മത്സ്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെറ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ പോയത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പല വിഭാഗത്തിൽപ്പെട്ട പക്ഷി, അതുപോലെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഡക്സ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള. അതിൻ്റെയൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നെടുമങ്ങാട് ഓണം എന്ന് പറയുന്നത് പൂരാടം മുതലെന്നല്ല, നമുക്ക് അത് 28 ദിവസം ഓണം എന്നാണ് പറയുന്നത്. 28ാം ഓണം വരെയും ഇവിടെ എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിലാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ നെടുമങ്ങാട്ടുകാരുടെ ഓണം. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓണത്തിനെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ധാരാളം കഥകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നോക്കിക്കുക, നല്ല പൂച്ചകളാണ്. പേർഷ്യൻ, നമ്മുടെ സ്മോക്കി ഒക്കെ പോലെ, എനിക്ക് സ്മോക്കി ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെയുള്ള 2 പൂച്ചകളെയാണ് കണ്ടത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ നോക്കിയപ്പോൾ അത് അത്ര വലിയ അഗ്രസീവൊന്നും ആയിരുന്നില്ല. ഭയങ്കര സ്നേഹം ഇഷ്ടപ്പെടാത്ത ഏത് ജീവികളാണ് ഉള്ളതല്ലേ? എല്ലാവർക്കും ഈ ലോകത്ത് സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വികാരം തന്നെയാണ്. അത് പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും ഒക്കെ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്പ്രെഡ് ചെയ്യണം. എല്ലാവരെയും അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോഴാണ് ഏതൊരു ഉത്സവവും മഹത്തായ ഒരു കാര്യമായി മാറുന്നത്. ഓണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം കൂടിയാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യവും ഒക്കെ കൊണ്ടുവരുന്ന ചിങ്ങമാസത്തിൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പെറ്റ് ഷോപ്പിൽ കയറി ഓരോ ഇനത്തിലുള്ള ജീവികളെയും കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം അതാണ് കടന്നു വന്നത്. ഇത് കണ്ടില്ലേ, നല്ല തരത്തിലുള്ള അലിഗേറ്റർ ഫിഷ്, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണാൻ. അതുകൊണ്ടാണ് അതിനെ കുറച്ച് സമയം നോക്കി നിന്നിട്ടാണ് അടുത്ത കാഴ്ചയിലേക്ക് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. എല്ലാ ഫ്രണ്ട്സിൻ്റെ വീടുകളും ഓണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നെനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായി തന്നെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഐശ്വര്യവും ശാന്തിയും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത് തന്നെ
അപ്പോൾ ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന 14-ാം തീയതി വരെ, അതായത് സെപ്റ്റംബർ 14 വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നെടുമങ്ങാട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നെടുമങ്ങാടുകാർ ഇനിയും കാണാതെ ഉണ്ടെങ്കിൽ ഫെസ്റ്റൊക്കെ കാണാനായിട്ട് വരിക. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മറ്റേ വീൽ ചെയേഴ്സ് പോലുള്ള ഇതുണ്ടല്ലോ, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീൽ ചെയർ അല്ല, ഈ അഞ്ഞലൂഞ്ഞാലെന്നൊക്കെ പറയുന്ന ഹൈറ്റിൽ പോകുന്ന അമ്യൂസ്മെൻറ്റ് കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളെ ഇരുത്തി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ് ട്രെയിൻസൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ എവിടെയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഹൈറ്റൊക്കെ പേടിയുള്ള കുട്ടികളെയൊക്കെ അത്തരത്തിലുള്ള ഹൈറ്റിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏതൊരു തിരക്കിനിടയിലും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ പ്രത്യേക കരുതലും ശ്രദ്ധയും ആവശ്യമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെ കമ്മൽ, വള, മാല അതിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം തരത്തിലുള്ള കമ്മൽ, 100 രൂപ, 70 രൂപ, 40 രൂപയിൽ തുടങ്ങി അങ്ങോട്ട് ധാരാളം കമ്മലുകളുണ്ടായിരുന്നു. നമുക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള കമ്മലുകളും ഉണ്ട്. പക്ഷേ തിരക്കിൻ്റെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഓരോന്ന് നോക്കി അവിടെ നിന്ന് എടുക്കുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. കമ്മലിൻ്റെ സെക്ഷനിലൊക്കെ ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഓണത്തിൻ്റെ തിരക്കെന്ന് പറയുമ്പോൾ തിരുവോണം എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയായിരിക്കും ആഘോഷിക്കുന്നത്. തിരുവോണം കഴിഞ്ഞുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധക്കാരുടെ വീടുകളിലൊക്കെ പോയി ഓണം അന്യോന്യം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്തും അതുപോലെ ഓണത്തിൻ്റെ ആ ഒരു സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ഏതൊരു സന്തോഷവും ഇരട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ അമ്യൂസ്മെൻറ്റിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്കായുള്ള ടോയ് ട്രെയിൻസും കാര്യങ്ങളും ഉണ്ടെന്ന്, അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ കൊച്ചു കുട്ടികളെയൊന്നും അധികം ഞാൻ ഇതിനകത്ത് കയറി കണ്ടില്ല. ഒരുപക്ഷെ ഞാൻ ചെന്നത് കുറച്ച് നേരത്തെയുള്ള ഒരു 5:30, 6 o'clock പോലുള്ള സമയത്താണ്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ അമ്മു കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അമ്മു ഇതിനകത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ തലയ്ക്ക് ഭയങ്കര, ഈ സ്വിങ്ങിൽ കയറിയിട്ട് വന്നപ്പോൾ ഭയങ്കരമായ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഒരിക്കലും പറ്റില്ല ഇതുപോലുള്ള ഒരു കാര്യങ്ങളിലും. എനിക്ക് പുറത്തു നിന്ന് കണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ കയറിയിരുന്ന് എനിക്കൊരിക്കലും ഇതിൻ്റെ എൻജോയ്മെൻറ്റ് എടുക്കാനേ പറ്റില്ല. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേറെ ബുദ്ധിമുട്ടില്ലാത്ത നല്ല രസകരമായ മറ്റ് അമ്യൂസ്മെൻറ്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെടുമങ്ങാട് ഫെസ്റ്റ് എന്ന് പറയുന്നത് അത്രയേറെ രസകരവും അതുപോലെ മനസ്സിന് ആനന്ദം നൽകുന്നതുമായ ഒരു വർണ്ണ കാഴ്ച തന്നെയാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഫെസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. നെടുമങ്ങാട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സഞ്ചിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്, കുറച്ച് സാധനമൊക്കെ വാങ്ങണമെന്ന് വെച്ച്. പക്ഷെ ഒരു കടകളിലും കയറാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കും വെഹിക്കിൾസും ധാരാളം വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇന്നലെ സാധനങ്ങളൊന്നും കയറാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് റോഡിൽ കൂടെ ഒന്ന് പോയി തിരിച്ചു വന്നു. അപ്പോൾ പക്ഷേ എനിക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കേട്ടോ. നമ്മളെ നെടുമങ്ങാട് ഒരിക്കലും കാണാത്ത അത്രയും അണിഞ്ഞൊരുങ്ങി മനോഹരയായിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു നെടുമങ്ങാടിൻ്റെ വർണ്ണക്കാഴ്ചകൾ. എല്ലാ വർഷ ഓണക്കാലവും